നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേന്ദ്ര സർക്കാർ കേരളത്തോട് ക്രൂരമായ അവഗണന കാട്ടുന്നുവെന്നാരോപിച്ച് LDF മണ്ഡലം കമ്മിറ്റി ചേർപ്പ് BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ലഹരി മാഫിയയ്ക്ക് കുടപിടിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് ലഹരി അഭിഷേകം ചെയ്ത് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. CPI പാറളം ലോക്കൽ സമ്മേളനം നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിൽ ഓമൽ ചിറകുകൾ എന്ന പേരിൽ സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം വർണ്ണാഭമായി. കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ കേരളത്തോട് ക്രൂരമായ അവഗണന കാട്ടുന്നു എന്നാരോപിച്ച് LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി ചേർപ്പ് BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഭിമുഖ്യത്തിലുള്ള BSNL ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഇത്. ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ അഭിവാദ്യം ചെയ്യുക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക. സംസ്ഥാനങ്ങളുടെ അധികാരം എന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം ഭരണഘടന വ്യക്തമായി വിഭാവനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാന സ്വഭാവം വിവിധ സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേരുന്ന യൂണിയൻ ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് സവിശേഷമായ അധികാരങ്ങൾ ഭരണഘടന നൽകിയിട്ടുണ്ടെന്ന് അറിയാം. 97 അധികാരങ്ങൾ ഭരണഘടനാപരമായി കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണ്. ഏകദേശം 66 അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനുള്ളതാണ്. 47 അധികാരങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടുള്ളതാണ്. അതിന് വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാനത് പറയാൻ കാരണം അധികാര വിഭജനം ഭരണഘടനാപരമായി തന്നെ നൽകിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സ്റ്റേറ്റുകൾക്കും സ്വതന്ത്രമായ രീതിയിൽ സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെന്റുകളുടെ പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ സ്റ്റേറ്റുകൾക്കും സ്വതന്ത്രമായിട്ടുള്ള സാമ്പത്തിക അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനാപരമായി തന്നെ നൽകാൻ ബാധ്യസ്ഥരാണ്. CPIM ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷത വഹിച്ചു. PR വർഗീസ് മാസ്റ്റർ, KM ജയദേവൻ, ഷീല വിജയകുമാർ, KP സന്ദീപ്, KK അനിൽ, സെബി ജോസഫ്, UK ഗോപാലൻ, ഷൺമുഖൻ വടക്കുംപറമ്പിൽ, മോഹനൻ അന്തിക്കാട്, MK വസന്തൻ, MG ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ലഹരി മാഫിയയ്ക്ക് കുടപിടിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് ലഹരി അഭിഷേകം ചെയ്ത് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി അഭിഷേകം മിഥുൻ മോഹനും ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജും നിർവഹിച്ചു. പക്ഷേ ഉപദേശത്തിനും കാശുമല്ല, മറിച്ച് കൃത്യമായ നടപടിയെടുത്ത് ഇതിന്റെ ഉത്ഭവത്തിനകത്ത് അടിത്തട്ടിലേക്ക് പോയി ഈ നാടിനെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ലഹരിയുടെ മാഫിയക്കെതിരെ ശക്തമായ നിലപാട് ഈ സർക്കാർ എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ സമരം
വിശ്വാസം നമുക്കില്ല. നമ്മൾ കൃത്യമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഈ പ്രതീകാത്മകമായ സമരം അത് കേരളത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ഇവിടുത്തെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിർത്താതെ ചെറുപ്പക്കാരിലേക്ക് ബോധവൽക്കരണമായി അതിന്റെ അടിത്തട്ടിൽ കൃത്യമായി ലഹരിക്കെതിരെ പ്രതിരോധിക്കുന്ന ഒരു സംഘടനയായി കേരളത്തിലെ കോൺഗ്രസ് യുവജന സംഘടനകളും മാത്രം മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മദ്യവിമോചന മഹാസഖ്യം പ്രസിഡന്റ് E.A. ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങൾ പൊതുവെ ഈ വക സാധനങ്ങൾ നാട്ടിൽ നിന്ന് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനത്തെക്കാൾ എന്തോ മഹത്തരമായ ഒരു കാര്യമാണ് ഈ ലഹരി മദ്യവർജനം. അങ്ങനെയാണ് പറഞ്ഞത്, മദ്യവർജനമാണ് ഞങ്ങളുടെ നയം. ഉമ്മൻചാണ്ടിയുടെ മദ്യനിരോധനം കളവാണ്. നുണ പറയുന്നവരെ തിരിച്ചറിയുക. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്താൽ കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ വോട്ടൊക്കെ വാങ്ങി അവരധികാരത്തിൽ കയറ്റി. ആ നിമിഷം മുതൽ കേരളത്തിൽ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചു. വാഗ്ദാന ലംഘനം നടത്തിക്കൊണ്ട് കേരളമാകെ മദ്യം ഇവിടെ ഒഴുക്കാൻ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടി ഭരണം ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിൽ വെറും 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 854 എത്തി നിൽക്കുന്നു. എത്ര ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാറിന്റെ? നിങ്ങൾക്കറിയാവുന്ന ഈ കോടന്നൂരടക്കം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അതിന് അനുവാദം കൊടുക്കാതെ നിർത്തിയതായിരുന്നു. V.I. ജോൺസൺ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ ജയശ്രീ, രശ്മി ബൈജു, പാർലം മണ്ഡലം പ്രസിഡന്റ് K.R. ചന്ദ്രൻ, K.P. അനൂപ് എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ ജോയ് പയ്യപ്പള്ളി, N.B. ശ്രീജിത്ത്, റോസ്ലി ജോയ്, മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളായ രാജൻ നടുവിൽ, M.R. രാമകൃഷ്ണൻ, N.R. ചന്ദ്രൻ, മിഥുൻ രാസ്, A.B. അനീഷ്, V.R. ജിനീഷ്, E.K. ഷാജു, K.F. ജോസഫ്, ബെന്നി, വിജയകുമാർ, ജയകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. CPI പാർലം ലോക്കൽ സമ്മേളനം നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മന്ത്രി K. രാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്നൊരു രാഷ്ട്രീയ മുന്നണിക്ക് രൂപം നൽകാൻ ഇന്ത്യ എന്ന രാജ്യം തീരുമാനിച്ചു. ഇന്ത്യ എന്ന രാഷ്ട്രീയ മുന്നണി ഒരുപക്ഷെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്താൻ തീരുമാനിച്ച ഏറ്റവും വലിയ സമരത്തിന്റെ ഭാഗമായിരുന്നു. ആ മുന്നണി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചപ്പോൾ നെഞ്ചിന്റെ അളവിന്റെ വലിപ്പം കാണിച്ച് ഇന്ത്യ രാജ്യത്ത് 300+ എന്ന ഏക ഭരണ സംവിധാനത്തെ കുറിച്ചാണ് BJPയും BJPയുടെ നേതാക്കളും ഇന്ത്യയാകെ പ്രകടിപ്പിച്ച വികാരം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യവും അവരുടെ പുതിയ ഘടകകക്ഷികളും കൂട്ടായി അധികാരത്തിൽ വന്നു എന്നതൊരു രാഷ്ട്രീയ നേതൃത്വമാണ്, യാഥാർത്ഥ്യമാണ്. ഞാനതിനോട് തർക്കിക്കുകയല്ല. പക്ഷേ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പായി BJP അവകാശപ്പെട്ടതുപോലെ നെഞ്ചിടിപ്പിന്റെയും നെഞ്ചളവിന്റെയും കരുത്തോടെ 300-ലധികം സീറ്റ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് കരസ്ഥമാക്കുന്ന ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് അവരുടെ ഇച്ഛയനുസരിച്ചുകൊണ്ട് BJPക്ക് പോകാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് BJPയെയും BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെയും ഒരു രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. CPI കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ് മാരാത്ത് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ 2ാമത്തെ തവണയാണ് LDF ഗവൺമെന്റ് ഭരിക്കുന്നത്, നമ്മൾക്കറിയാം. ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കാൻ, ഗവൺമെന്റിനെ ഇല്ലാതാക്കാനല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരള മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് 11 വർഷ കാലഘട്ടമായി നമ്മുടെ മോദി സർക്കാർ. അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കരുത്തരായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു LDF ഗവൺമെന്റാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. മുതിർന്ന നേതാക്കളായ PR കുട്ടപ്പൻ, PK കൊച്ചുണ്ണി എന്നിവരെ മന്ത്രി K. രാജൻ ആദരിച്ചു. വിവിധ ബ്രാഞ്ചുകളിലെ പ്രവർത്തകർ നൽകിയ അവയവദാന സമ്മതപത്രങ്ങൾ ചേർപ്പ് മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ PT സണ്ണി മന്ത്രിക്ക് കൈമാറി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷീല വിജയകുമാർ, LDF നാട്ടിക നിയോജക മണ്ഡലം കൺവീനർ KM ജയദേവൻ, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം PB ഷാജൻ, തൃശൂർ ജില്ലാ കൗൺസിൽ മെമ്പർ KK ജോബി, അക്ഷയ് ശങ്കർ എന്നിവർ സംസാരിച്ചു. AC അനിൽകുമാർ, CM ഷക്കീർ, വിനീത, സന്ദീപ് ചീറാക്കോലി, ഹരീഷ് തേലപ്പുറത്ത്, KV ദാസൻ, ജെറി ജോസഫ്, രതീഷ്, സുഗതൻ മാരാത്ത്, സിബി സുരേഷ്, സുധ അനിൽ, AB ഷൈജു,
ബാലചന്ദ്രൻ മാരാത്ത്, ബിന്ദു സുഭാഷ്, ഉദയഭാനു DM, ഹിമ മഹേഷ്, ബാബു കാരണത്ത് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വെങ്ങനശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോടന്നൂർ സെന്ററിൽ സമാപിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിൽ ഓമൽ ചിറകുകൾ എന്ന പേരിൽ സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം വർണ്ണാഭമായി. കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ നിത്യ ജയരാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിലുള്ള 19 അംഗനവാടികളിലെ 166 കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C സുനിൽ, ഗീത, റോസ്ലി, വാർഡ് മെമ്പർമാരായ സായ സന്തോഷ്, രമണി നന്ദകുമാർ, ഇന്ദിര, ICDS സൂപ്പർവൈസർ PA ഷെമീന, അംഗൻവാടി വർക്കേഴ്സ് ലീഡർ സജിനി എന്നിവർ സംസാരിച്ചു. ശിശു സൗഹൃദം, മാലിന്യ സംസ്കരണം, കാർഷിക മേഖല തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി പാറളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. വൈസ് പ്രസിഡന്റ് ആശ മാത്യു ബജറ്റ് അവതരണം നടത്തി. പാർലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പുരോഗതിയുടെയും വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെയും മുന്നേറ്റം ഉണ്ടാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടപ്പിലാക്കുന്നതിന് സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭരണസമിതിയുടെ കാലയളവിലെ 5ാമത്തെയും 2025-26 വർഷത്തേക്കുമുള്ള ബജറ്റ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പാർലം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വിവിധ തലങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ഉറവിടവും സഹായ സഹകരണവും ആവശ്യമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ബഹുമാനപ്പെട്ട MP, MLA, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടാക്കുന്നതാണ്. 20,38,53,331 രൂപ വരവും 20,07,39,903 രൂപ ചിലവും 30,65,428 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞുപോയ ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ ഭരണസമിതി കഴിഞ്ഞ 4 വർഷമായി നടപ്പിലാക്കിയ പദ്ധതികളുടെ അടിത്തറയിൽ നിന്ന് നവകേരള സൃഷ്ടിക്കൊപ്പം ചേർന്നുകൊണ്ട് പാർലം ഗ്രാമപഞ്ചായത്ത് വികസനത്തിൻ്റെ പാതയിലാണ്. 14 പഞ്ചവത്സര പദ്ധതിയുടെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സമസ്ത മേഖലയെ സ്പർശിച്ചുകൊണ്ടാണ് 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അനിതാമണി, റോസ്ലി ജോയ് എന്നിവർ പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിംസ് P. പോൾ, പ്രമോദ് K, വിദ്യാനന്ദനൻ, മെമ്പർമാരായ ജൂബി മാത്യു, PK ലിജീവ്, KK മണി, CB സുരേഷ്, CR ശ്രീജിത്ത്, അനിത പ്രസന്നൻ, KB സുനിൽ, മിനു മുകേഷ്, സുബിത സുഭാഷ്, സെക്രട്ടറി VS രേഖ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പരിധിയിലുള്ള അംഗനവാടികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 19 അംഗനവാടികൾക്കാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത്. കുട്ടികളുടെ ചെരുപ്പുകൾ വയ്ക്കുന്നതിനുള്ള ഷൂ റാക്ക്, കളിക്കുന്നതിനുള്ള പ്ലേ മാറ്റ്, പായകൾ, ക്ലീനിംഗ് മെറ്റീരിയൽസ്, സ്റ്റേഷനറി തുടങ്ങിയ വിവിധ വസ്തുക്കളാണ് വിതരണം ചെയ്തത്. കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഒരുക്കുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രൈമറി തലത്തിൽ തയ്യാറാക്കുന്ന ഹെൽത്തി കിഡ്സ് പാഠപുസ്തകങ്ങളുടെ പരിശീലനം അവധിക്കാലത്ത് അധ്യാപകർക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായിക രംഗത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാക്കുന്നതിന് PG കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചു. എന്നീ നയത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റും പുതിയ നയം രൂപീകരിക്കുകയാണ്. അപ്പൊ ഈ നയത്തിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാവണം. നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും കായിക പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ
കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ ആരംഭിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കായിക പ്രവർത്തനം വിപുലമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഈ അവധിക്കാലത്ത് ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ പോകും. കായികാധ്യാപകരുടെ കുറവ് പരിഹരിക്കുന്നതിനായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച 2 വിദ്യാലയങ്ങൾക്ക് ഒരു കായികാധ്യാപകൻ എന്ന മാതൃകാ പദ്ധതി മുന്നോട്ട് വെച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മന്ത്രി അനുമോദിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും നാട്ടിക MLA CC മുകുന്ദന്റെ ആസ്തി ഫണ്ടും ഉൾപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. ഫുട്ബോൾ കോർട്ട്, ഗാലറി, അത്ലറ്റിക് ബാഡ്മിന്റൺ കോർട്ട്, ക്രിക്കറ്റ് നെറ്റ്, 3 വരികളോടെ ഗാലറി, 6 മീറ്റർ ഉയരത്തിൽ നൈലോൺ നെറ്റ് ഉപയോഗിച്ച് ഫെൻസിംഗ് എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. ആധുനിക നിലവാരത്തിലുള്ള കുഷൻ ലെയർ ഫുട്ബോൾ കോർട്ട് 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ EMP അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, എറണാകുളം ഡയറക്ടറേറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ CS രമേശ്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ CR ഷൈൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, വാർഡ് മെമ്പർ EP അജയ് ഘോഷ്, വലപ്പാട് AEO KV അമ്പിളി, തളിക്കുളം BRCയിലെ BPC TV ചിത്രകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിലെ തന്നെ സമാനതകളില്ലാത്ത ഭവന പദ്ധതിയായി ലൈഫ് മിഷൻ മാറിയിരിക്കുന്നുവെന്നും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും വീടുകൾ നൽകിയിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സെലക്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 4,32,159 പേർക്കുള്ള വീട് നിർമ്മാണം പൂർത്തിയായി. 1,11,950 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ആകെ 5,44,959 വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇതുവരെ അനുവദിച്ചത്. ഭവന നിർമ്മാണത്തിനായി ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം രൂപയാണ് കേരളം കൊടുക്കുന്നത്. പട്ടികവർഗ സങ്കേതത്തിലാണെങ്കിൽ 6 ലക്ഷം രൂപ നൽകുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഈ തുകയുടെ പകുതി പോലും നൽകുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ സമാനതകളില്ലാത്തൊരു ഭവന പദ്ധതിയാണ്. ഇതുവരെ 4,32,159 പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുത്തു. 4,32,159. 1,11,950 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വീട് കൊടുത്തതല്ല 4,32,159 പൂർത്തിയാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ 4,32,159 കുടുംബങ്ങൾ ഇന്ന് വീടിൻ്റെ സുരക്ഷിതത്വത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ ലൈഫിൻ്റെ പ്രത്യേകതയാണ്. 1,11,950 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടും കൂടി ചേർത്താൽ 5,44,959 വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ചിട്ടുള്ളത് ഇതുവരെ. CC മുകുന്ദൻ MLA അധ്യക്ഷനായി. സെലക്സ് ഗ്രൂപ്പ് ഗ്ലോബൽ CFO PU ഷിഹാബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PA അഹമ്മദ്, മഞ്ജുള അരുണൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിജോഷ് ആനന്ദൻ, മല്ലിക ദേവൻ, ജില്ലാ ലൈഫ് മിഷൻ കോർഡിനേറ്റർ V ആന്റണി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EK തോമസ്, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വാടാനപ്പള്ളിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. തളിക്കുളം സ്വദേശി 30 വയസ്സുള്ള ആഷിഖാണ് അറസ്റ്റിലായത്.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലയിൽ നിരോധിത ലഹരി വസ്തുക്കൾ, അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം, സംഭരണം, വിപണനം എന്നിവ തടയുന്നതിനായി കേരള പോലീസിന്റെ ജനമൈത്രി സുരക്ഷാ സമിതി, കടലോര ജാഗ്രതാ സമിതി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നിവയിലെ അംഗങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷൻ, അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെയും സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡീ ഹണ്ടിങ്ങിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തിവരവെയാണ് ആഷിഖിനെ വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. ഇയാൾ തളിക്കുളം കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, ജിനേഷ്, സിവിൽ പോലീസ് ഓഫീസർ അലി, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സുനീഷ് NR എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കിഴുപ്പുള്ളിക്കര ജനകീയ സമിതി ലഹരിക്കെതിരെ അഴിമാവ് പാലത്തിൽ മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N രാജേഷ്, ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ്, വാർഡ് മെമ്പർമാരായ ഷൈനി ബാലകൃഷ്ണൻ, മിനി ജോസ്, CL ജോയ്, ജനകീയ സമിതി ചെയർമാൻ PB അനിൽ, കൺവീനർ TP ദീപു, ട്രഷറർ V ഗോകുൽകൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8210 രൂപ, പവന് 65,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേന്ദ്ര സർക്കാർ കേരളത്തോട് ക്രൂരമായ അവഗണന കാട്ടുന്നുവെന്നാരോപിച്ച് LDF മണ്ഡലം കമ്മിറ്റി ചേർപ്പ് BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ലഹരി മാഫിയയ്ക്ക് കുടപിടിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി പാലക്കൽ മാർക്കറ്റ് പരിസരത്ത് ലഹരി അഭിഷേകം ചെയ്ത് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. CPI പാറളം ലോക്കൽ സമ്മേളനം നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്തിൽ ഓമൽ ചിറകുകൾ എന്ന പേരിൽ സംഘടിപ്പിച്ച അങ്കണവാടി കലോത്സവം വർണ്ണാഭമായി. കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.